ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും കൂടുതൽ ഇന്ത്യക്കാർ മടങ്ങിയെത്തി. ഇരു രാജ്യങ്ങളിൽ നിന്നുമായി ഇതുവരെ 2500 പേരെയാണ് എത്തിച്ചത്. ഇറാനിൽ നിന്ന് 14, ഇസ്രായേലിൽ 13 മലയാളികളുമാണ് ഡൽഹിയിലെത്തിയത്. ഇസ്രായേലിൽ നിന്ന് ജോർദാൻ വഴിയാണ് ഇന്ത്യക്കാർ മടങ്ങിയെത്തിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ C-17 വിമാനവും ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി. തെലവീവിലടക്കം ആശങ്ക നിലനിൽക്കുന്നുവെന്ന് മടങ്ങിയെത്തിയ മലയാളികൾ പറഞ്ഞു. എംബസി കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജെറുസലേമിലാണ്, അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ അങ്ങനെ വലിയ അറ്റാക്കുകൾ ഇല്ലായിരുന്നു, അപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ഇസ്രായേൽ ഗവൺമെൻറ് ആയാലും ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും കറക്റ്റ് സമയത്തിന് തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ജോർദാനിലെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ചു വരാൻ പറ്റിയില്ല, വൈകിട്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഫ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ നിന്ന് കുവൈറ്റിൽ വന്നു. പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇനി ഒരുപാട് മലയാളികളുണ്ടോ? വരുന്ന ദിവസങ്ങളിലാണ് കൂടുതൽ മലയാളികൾ വരുന്നത്. ഞാൻ ആദ്യമേ ബുക്ക് ചെയ്തിരുന്നു, ഫോം ഫില്ല് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ എനിക്ക് ഫ്ലൈറ്റ് കിട്ടി.